ചിക്കൻ കൊണ്ട് ഏറ്റവും ടേസ്റ്റിലൊരു റെസിപ്പി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ ഈ ഒരു ഐറ്റം പറയൂട്ടോ. അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണ ചിക്കൻ കൊണ്ടാട്ടാണ്. ഈ ഒരു ഐറ്റം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം അത്ര അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിട്ടുള്ള ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും പിന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ 1.5 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമ്മൾ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മസാല ആക്കിയെടുക്കണം. നല്ലോണം ഒന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 1 കിലോക്ക് അടുത്തൊക്കെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ തികച്ച് ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും 1 കിലോൻ്റെ അളവിലേക്ക് ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയും അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ നല്ലോണം തിളപ്പിച്ചിട്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആക്കണ്ട, എന്നാലാണെങ്കിലോ നല്ല ഉള്ളൊക്കെ വെന്ത് നല്ലൊന്ന് മൊരിയും വേണം. അപ്പോൾ ഇതിലേക്ക് ബോൺലെസ് പീസ് വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിരിക്കണം, അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ചെറിയ പീസസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇത് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇതൊരു അറ്റകുറ്റപ്പണി കൂടി നടത്താനുണ്ട്. നമ്മളിപ്പോൾ ഇതുവരെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ വേറൊരു പാനിലോട്ട് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ ഇതുപോലെ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ചതച്ചത് എന്നൊക്കെ പറയും, അതും കൂടെ ചേർത്ത് ഒന്നിളക്കി കൊടുക്കുക. കരിയരുത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണേ ചെയ്യാൻ. ഇതുപോലെ തിളച്ച് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം, ഒരു 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കരുത്, ഇതുപോലെ കുറച്ച് മാത്രം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ലേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് അതൊക്കെ ഇട്ടൊന്ന് പാകാക്കി ഒന്ന് ഉറപ്പ് വരുത്തുക. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി അതിൻ്റെ ചിക്കൻ്റെ കൂടെ ഒന്ന് പറ്റി പിടിച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റാണ്. ഒരു തവണയെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.